ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ബാലചന്ദ്രൻ. ഊരിൻ്റെ മകൾ എന്ന വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ കാണുന്ന സ്ഥലത്തിന് ഇരിക്കുന്നതിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഒരു ഒരു വർഷം നമ്മൾ കടന്നുപോയി. നമ്മൾ ആദ്യ വീഡിയോ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നിന്നാണ് തുടങ്ങിയത്. നമ്മൾ ഇവിടെ ഈ സ്ഥലത്ത് ഇരുന്നിട്ടാണ് നമ്മളൊരു വീഡിയോയ്ക്ക് വേണ്ടി ഈറയിൽ തോക്ക ഉണ്ടാക്കണതൊക്കെ കാണിച്ചത്. അപ്പോൾ നമ്മൾ തോക്ക ഉണ്ടാക്കിയിട്ടാണ് വീഡിയോക്കിനെ കാണിച്ചത്. നമ്മൾ നിൽക്കുന്ന ഈ ഈ കാണുന്ന പ്ലാവിലാണ്. അന്നും ഇതേപോലെ ചക്ക ഉണ്ടായിരുന്നു. ഈ വർഷം ഇതിൽ കഴിഞ്ഞ വർഷം 5-6 ചക്ക, ഈ പ്രാവശ്യം കഴിഞ്ഞ വർഷം കൂടുതൽ ചക്ക ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം കുറച്ച് ചക്കയുള്ളൂ. അങ്ങനെ ഒരു വർഷം നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു വർഷം കടന്നുപോയി. കുറച്ചധികം 10-70ഓളം സബ്സ്ക്രൈബർ നമുക്ക് ഇതുവരെയ്ക്ക് ഒരു വർഷമായിട്ട് ആയിട്ടുള്ളൂ. പിന്നെ കുറച്ച് അധികം വീഡിയോകൾ ആൾക്കാരെ കണ്ടിട്ടുള്ളൂ, സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. അതിനൊന്നും സങ്കടമില്ല. കാരണം നമ്മൾ ഒരാളെങ്കിലും നമ്മൾ വീഡിയോ കണ്ടെന്ന്, അതുകൊണ്ട് നമുക്കത്രയും ഒരു സന്തോഷമുണ്ട്. ഇനി നമ്മളങ്ങോട്ട് കുറച്ചുകൂടെയൊക്കെ വീഡിയോകൾ ചെയ്യുന്നതാണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കൂടെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇന്ന് നമ്മളിനി പുതിയൊരു വീഡിയോ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോയാണ്. അപ്പോൾ നമുക്ക് നേരെ ഇന്ന് പോകാം വീഡിയോയിലേക്ക്. നമ്മളിന്നങ്ങനെ നേരെ പോകുന്നത് നമ്മൾ ആഞ്ഞിലി ചക്കേൻ്റെ അതിൻ്റെ കുരു എടുക്കാനാണ് പോകുന്നത്. എൻ്റെ കൈ കാണുന്നതാണ്, ഇത് ആഞ്ഞിലി മരത്തിൻ്റെ ചക്കയാണിത്. അപ്പോൾ ഇതേപോലെ കുറേ പഴുത്ത് വീണ് താഴെ കിടപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ കുരു എടുത്ത് നമ്മളൊന്ന് വറുക്കാനാണ് പോകുന്നത്. അങ്ങനെ നടന്ന് നമ്മൾ ആഞ്ഞിലിൻ്റെ മൂട്ടിൽ എത്താറായി. നമ്മൾ നേരെ ആഞ്ഞിലിൻ്റെ മൂട്ടിലെത്തി. ഇവിടെയൊക്കെ ചക്ക വീണ് അഴുകി കിടപ്പുണ്ട്. തീർന്നു. അതാണ് ഇവിടെ ഇതാണ് ആഞ്ഞിലിൻ്റെ അവസ്ഥ. ഇതൊന്നുമില്ല, ഇതൊക്കെ കുരുത്തോയി. പുതിയ കുരു എവിടെയെങ്കിലും ഉണ്ടാകണമെന്ന് നോക്കണത്. അപ്പോൾ ഇവിടെയും ഇല്ല. ഇവിടെ കുറേ ഇങ്ങനെ കിടപ്പുണ്ട്. ഇത് നമ്മളെ ആഞ്ഞിലി മരമാണ് ഈ നിൽക്കുന്നത്. നമ്മളെ വീട്ടിൻ്റെ അകത്തുള്ള മാവൻ്റെ വിളയിൽ നിന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കാട്ടിനകത്തുള്ള ഇല്ലതായിപ്പോയി. അപ്പോൾ ഇതിലിപ്പോൾ തീർന്നില്ല, ഇതിൽ കുറേ ഇനിയുണ്ട്. ഇതിൽ നമ്മൾ കുറേ, ഇതാണ് നമ്മളെ ആഞ്ഞിലിൻ്റെ കുരു. ഇതിൻ്റെ 2 ഇല നമ്മൾ ഓടിച്ചെടുത്തു. അപ്പോൾ ഇതിൽ കുറച്ചുണ്ടെന്നുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളിന്ന് ആഞ്ഞിലിൻ്റെ കുരുവൊക്കെ എടുക്കാൻ പോകുന്നത്. ഇതാണ് ആഞ്ഞിലിൻ്റെ കുരുവാണ്. ഇത് നേരത്തെ വീണതാണ്. കുറേശ്ശൊക്കെ ചിലത് പൊടിച്ച്, ഒരെണ്ണം പൊടിച്ചെങ്കിലും കുഴപ്പമില്ല. തീരാറായി. നമ്മൾ എടുത്ത ഇലയിൽ തന്നെ കുറേ പറക്കി. പുതിയ നോക്കി നമുക്ക് പറക്കാം. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ആഞ്ഞിലിൻ്റെ അരിയാണിത്. ഇത് ഒരാഴ്ച കായെന്നുള്ള വീണ് അഴുകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ലവണ്ണം കഴുകിയെടുക്കാം. പുതിയതൊന്നും ഇല്ല. ഭയങ്കര മഴ പെയ്തു. ഇന്നൊന്ന് താഴെ പോയി ഒരു ഷെഡ് ചെന്നിരുന്നു. വീണ്ടും വന്ന് നമ്മൾ മഴ വീണ്ടും തുറന്നു. അങ്ങനെ ഇത്രയും കുരു നമ്മൾ പറക്കിയെടുത്താണ് ഇവിടെ കിടക്കണേ ഉള്ളൂ. കുറേയൊക്കെ നല്ലതൊക്കെ നമ്മൾ കുറേ എടുത്ത് എന്തായിരുന്നാലും നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് കഴുകണം. ഇത്രയും കിട്ടി. നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി റെഡിയാക്കി എടുക്കാം. കുറച്ച് ഇത്ര നമ്മൾ പറക്കിയുള്ളൂ. കുറേയൊക്കെ കുരുത്തതുകൊണ്ട് പൊടിച്ച് വരുന്നതുകൊണ്ട് ഇവിടെ കിടപ്പുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എന്തായിരുന്നാലും മതി. ഇപ്പോൾ നമ്മളിതിനെ കഴുകി നല്ലവണ്ണം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതവിടെ തറയിലൂടെ കുറച്ച് തട്ടിയിട്ടതിന് ശേഷം ഉണങ്ങണം. ഉണങ്ങിയ ശേഷം മാത്രമേ ഇറക്കാൻ പറ്റുള്ളൂ. നമുക്ക് കൊണ്ടുപോയി തറയിൽ കൊണ്ട് തട്ടിയിടാം. അവിടെ ഉണങ്ങാൻ നമ്മൾ തറയിൽ
തട്ടിയിട്ട് ഉണങ്ങാൻ. ഇപ്പോൾ നമ്മൾ ആഞ്ഞിൻ്റെ കുരു നമ്മൾ കൊണ്ടിട്ടത് നല്ല കഴുകി കൊണ്ടിട്ട് നല്ല ഉണങ്ങി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി അതിനെ വറക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മളിതിൽ ചട്ടിയൊക്കെ ഒന്ന് കഴുകി നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചട്ടിക്കകത്താണ് നമ്മളിന്ന് വറക്കുന്നത്. സാല പൊത്ത ചട്ടിയാണ്, അത് അവിടെ സാല പൊത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്താണ് ഇട്ട് വറക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇന്ന് വറക്കാനായിട്ട് പോവുകയാണ്. നമ്മൾ ഈ തീയിലാണ് ഇവിടെയാണ് അതിലൂടെ വറക്കുന്നത്. ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇവിടെ നല്ല തീയുണ്ട്. ഇവിടെ ചെന്ന് വറക്കാൻ പോണത്. ചട്ടിയൊക്കെ കൊണ്ട് നമ്മൾ തീയിൽ വച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് ചാമ്പലൊക്കെ വാരിയിടാം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെയാണ് ആഞ്ഞിലിയും ചക്കക്കുരു, ആഞ്ഞിൻ്റെ കുരു നമ്മൾ വറക്കുന്നത്. കുറേ കാലം ഉപയോഗിക്കായിരുന്നുകൊണ്ട് മൊത്തം പൊത്തുപോയി, ചട്ടി പൊട്ടി. ചട്ടി കൂടെ വെച്ച് മൊത്തം പൊട്ടിപ്പോയി. നമ്മൾ ഇറക്കി താഴെ വെച്ചേക്കണം. ഇനി വീണ്ടും നമുക്ക് വേറൊരു പാത്രത്തിൽ വറുക്കാം. അങ്ങനെ നമ്മൾ ചട്ടിയൊക്കെ മാറ്റി വീണ്ടും ഒരു ചെറിയൊരു പാത്രം എടുത്ത്, അലുമിനിയം പാത്രം എടുത്ത് അതിൽ വറുക്കാം. അതിനെ നേരെ അതിന് ഉണക്കണം. അതിന് കുറേ നമ്മൾ അലുമിനിയം പാത്രം കൊണ്ട് കുറേ മണ്ണ് നേരത്തെ ഇട്ട് ചാമ്പൽ കൂടുതൽ ഇട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു. താഴെ പൊട്ടി കിടന്നൊക്കെ നമ്മൾ കുറയ്ക്കെടുക്കാം. നമ്മൾ ചട്ടിയിലുള്ള വറക്കാനുള്ള ഐഡിയ ഒക്കെ പോയി. അമ്മച്ചിരി പാത്രത്തിൽ തട്ടി വെച്ചിരിക്കുകയാണ്. കുറേ വിറവൊക്കെ അങ്ങനെ കുറേ കൊണ്ട് വെച്ചിരിക്കുകയാണ്. ഇവിടെ ചാവള ചക്കയൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഈ വരകച്ചക്ക അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഒരു കഴുത്തില്ല. അത് നമ്മൾ ചാമ്പലിങ്ങനെ ഇടുന്നത് കുറേ ചാമ്പൽ കഴിഞ്ഞിട്ട് ഇട്ടെന്ന് പറഞ്ഞാൽ ഇത് കരിയായിരിക്കാനാണ്. അല്ലെങ്കിൽ ഈ പെട്ടെന്ന് നമ്മൾ കപ്പലണ്ടിക്ക് വറക്കുന്നതിന് മണലിടും പോലെയാണ് ഇത്. അത്രയും കപ്പലണ്ടിൻ്റെ സൈസിട്ട് അത്ര അതിനോട് സകലോടെ വലുതാണ്. ഇത്തിരിയുടെ ഉള്ളു. കപ്പലണ്ടി ഞങ്ങൾ സകലോടെ വലുപ്പമുണ്ടെന്നേ ഉള്ളൂ. നമ്മൾ ചാമ്പൽ കൂടുതൽ വാരിയിട്ടത് അല്ലെങ്കിൽ കരിഞ്ഞു അതാണ് ചാമ്പൽ ഇട്ടേക്കുന്നത്. നമ്മൾ കപ്പലണ്ടി വറക്കുന്ന നേരത്ത് മണൽ കരിയാതിരിക്കാനാണ് മണലിടുക. അതേപോലെ തന്നെ കരിയാതിരിക്കാനാണ് ചാമ്പൽ വലിച്ചത്. അപ്പോൾ അമ്മ മുറോ എല്ലാം പൊടിക്കാനുള്ള സാധനമൊക്കെ അതിൻ്റെ തൊലിയൊക്കെ ഇട്ട് കളയുന്ന സാധനം ഇവിടെ നേരത്തെ കൊണ്ട് വെച്ചിരിക്കുന്നു. ചാമ്പൽ മാറ്റി ഇങ്ങനെയാണ് ആഞ്ഞിലും കുരു തോട് കളയുന്നത്. ഇപ്പോൾ കപ്പലണ്ടി വല്ല അതില്ല കുറേയൊക്കെ തോടുള്ള ഇല്ലേ അമ്മച്ചി പാറ്റി തോടെ കളയും. നമ്മളെല്ലാം പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇനി നമ്മൾ വെളിയിൽ കൊണ്ടത് കാണിച്ചിട്ട് അതിൻ്റെ. അപ്പോൾ ഇത്രയും കിട്ടി. ഇതാണ് നമ്മൾ ആഞ്ഞിലിൻ്റെ നമ്മുടെ കപ്പലണ്ടി പോലെയാണ്. കുറേയൊക്കെ കരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ആഞ്ഞിലും കുരു. ഇത് വെറും ചായ. അങ്ങനെ നമ്മൾ 4 മണിക്കുള്ള കാപ്പിയും അതിനുള്ള കടിയും കൂടി റെഡിയായി. ഇത് കരിയായിരുന്നു കൊള്ളായിരുന്നു. മൂത്തോയി.